അതെ, ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്ത് എപ്പോഴാണെന്നറിയാമോ? 10th ക്രിസ്മസ് വെക്കേഷന് നിന്നെ കൊണ്ടുപോകാൻ പപ്പ വന്നപ്പോൾ കാറ് വഴിക്ക് വെച്ച് കേടായി. അപ്പോൾ ഞാൻ നിന്നെ എൻ്റെ ബൈക്കിൽ കയറ്റി. അപ്പോഴാണല്ലോ നീ എന്നെ വഴിതെറ്റിച്ച് മറ്റേ ആ ലവ് ടോപ്പിൽ കൊണ്ടുപോയത്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ലല്ലേ? നെവർ. എന്നിട്ട് ബാക്കി പറ. അന്നു മുതൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് മറുവീട് കാണാൻ വന്നപ്പോൾ ഇവിടെ നിൽക്കാമോ എന്ന് നിന്റെ പപ്പ ചോദിക്കുന്നത് വരെ നിന്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നിന്നോടൊപ്പമുള്ള എൻ്റെ ലൈഫ് അതടിച്ച് പൊളിച്ച്. പക്ഷെ പപ്പ ആ ചോദ്യം ഇട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലിപ്പോൾ നിന്റെ പപ്പയും ഉണ്ട്, മമ്മിയും ഉണ്ട്. റിയലി? ഷ്യൂർ. കുട്ടിക്കാലം മുതലേ അച്ഛനില്ലാതെ വളർന്ന ആളല്ലേ. ഐ റിയലി എൻജോയ് ദിസ് ലൈഫ്. ഇനിയിപ്പോൾ സുദീപല്ല, അവൻ്റെ അപ്പാപ്പൻ പറഞ്ഞാലും എനിക്ക് പുല്ല. താങ്ക്സ് ഡാ. പിന്നെ നിന്റെ ഫാന്റസി വേറെന്തോ ആയിരുന്നില്ലേ? നമ്മൾ തനിച്ച് വേറൊരു വീട്ടില്. ഹേയ് നോ, നിന്റെ മമ്മി ഒറ്റയ്ക്കാക്കിട്ടോ? ഒരിക്കലും ഇല്ല. ഇവിടുന്ന് പോകേണ്ടി വരുമല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ട്രൂ. അപ്പൊ നീ ഹാപ്പി ആണല്ലേ? ആ, പക്ഷെ മമ്മി അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നൊരു വിഷമമുണ്ട്. ഏയ്, നിന്റെ പപ്പയും മമ്മയും കൂടെ മാത്രം എടുത്ത തീരുമാനമല്ലല്ലോ. എൻ്റെ മമ്മിയും കൂടെ ആവശ്യപ്പെട്ടിട്ടല്ലേ. പിന്നെ മമ്മിക്ക് ഇഷ്ടം അതായിരുന്നല്ലോ. ഒറ്റയ്ക്കെല്ലാം ചെയ്ത് ശീലിച്ചതല്ലേ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇനി പപ്പയുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യണ്ട. ഇപ്പൊ നീ ഉണ്ടല്ലോ, എനിക്ക് വേറൊരു ഐഡിയ തോന്നാ. അതെന്താ? നമ്മുടെ ഹിമ കളക്ഷൻസ് ഇല്ലേ, അതൊന്ന് ഡെവലപ്പ് ചെയ്താലോന്ന്. പറ്റുമെങ്കിൽ കേരളത്തിലെ മേജർ സിറ്റീസിലും മോൾസിലും നമ്മുടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലോന്ന്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിന് മമ്മിയുടെ കൂടെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പറ. ഓക്കെ, നീ ജോയിൻ ചെയ്തോ. എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻസി കുഞ്ഞമ്മ ചെയ്ത ലൈവ് ഇല്ലേ, അത് ഞാൻ അങ്ങ് ചെയ്താലോന്ന്. പിന്നെ ആ കുട്ടിയില്ലേ, അവിടുന്ന് പറഞ്ഞു വിട്ട എപ്പോഴും ആൻസി കുഞ്ഞമ്മയുടെ കൂടെ ലൈവിലുണ്ടാവും. എന്താ അതിന്റെ പേര്? പ്രിയ. അവളെ ഞാനങ്ങ് തിരിച്ചെടുത്താലോ? എന്തിന്? അവൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. ഇപ്പൊ ജോലിയൊന്നുമില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതൊന്നും വേണ്ട, അതൊക്കെ പഴയ. അവള് നിന്റെ ആൻസി കുഞ്ഞമ്മ കാരണം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്നറിയോ? സ്ഥാപനത്തിന്റെ പേര് വരെ പോയി. അവളുടെ ഒരു ബന്ധുക്കാരെ അവിടെ എവിടെയൊക്കെ വന്നു എന്തൊക്കെ ഉണ്ടാക്കിയെന്നറിയോ? അതും എന്റെ പേര് പറഞ്ഞു എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. അതൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പ്രിയയുമായി കുറെ നേരം സംസാരിച്ചു. അതിനാരോ ചതിച്ചതെന്തോ ആണെന്ന്. ഇപ്പൊ അവൾ അബോട്ടൊക്കെ ചെയ്തു. അവളാണെങ്കിൽ ഡിസൈനിങ് ഒക്കെ പഠിച്ചതുവാ. വേണ്ട, അങ്ങനെയാണ് നീ മമ്മിയുടെ കൂടാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ ഇതെടുത്ത് കഴിക്കാം. പിള്ളേര് വരട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതാ വേണ്ടത്. എന്തായാലും അവനങ്ങ് ബോംബെ കിടക്കുമ്പോ പ്രോപ്പർട്ടി കേസെന്നും പറഞ്ഞ് അവനും വരത്തില്ല, അവളും വരത്തില്ല. ഹോ, കാശ് കൊടുത്താൽ എന്താ, മനസമാധാനമായി. അങ്ങനെ മനസമാധാനം ആവേണ്ട കാര്യമൊന്നുമില്ല. 3.5 കോടിയാ ചെലവാക്കിയത്. അത് തിരിച്ചു പിടിച്ചില്ലെങ്കിലേ അപ്പോഴാ എന്റെ തനി കുണം കാണുന്നത്. എടി, അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. വാ. ഞങ്ങൾ ഇറങ്ങുകയാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. പുറത്തുനിന്ന് കഴിച്ചോളാം പപ്പാ. ഒരുമിച്ച് കഴിക്കാനല്ലേ കാത്തിരുന്നേ. ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോ. ഒരു കുടുംബമായ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാണ് അതിന്റെ ശരി. ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോ. വേണ്ട പപ്പാ, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്ക് കഴിച്ചോളാം. മമ്മി, ഞങ്ങൾ ഇറങ്ങുകയാണേ. അവര് പുറത്തുനിന്ന് കഴിക്കട്ടെ. പപ്പാ പോകുവാണേ. നിങ്ങൾ കഴിക്കേ. പിള്ളേര് പുറത്തുനിന്ന് കഴിച്ചോളൂ. ആദ്യം ഓഫീസിൽ പോയിട്ട് അവിടുന്ന് കോർപ്പറേഷൻ ഓഫീസിൽ പോകണം. അപ്പൊ ഹിമ കളക്ഷൻസിൽ എപ്പോ പോവും? അത് ഈവനിങ് പോവാം. നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. നിനക്ക് മമ്മിയോട് ഇരിക്കുന്നതാണല്ലോ ഇഷ്ടം. ഇതെന്താ സാധനങ്ങളൊക്കെ ആയിട്ട്? എന്താ ഏട്ടാ സാധനങ്ങളൊക്കെ ആയിട്ട്? അനന്തസ്വാമി കൊടുത്തു വിട്ടതാ. എന്തിന്? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഇത് എവിടെ വെക്കണ്ടേ? എന്താ ഋഷി? അനന്തം കൊടുത്തു വിട്ടാണെന്ന്. അനന്ത ചിറ്റപ്പനോ? ആ, ചിറ്റപ്പന്റെ വണ്ടിയല്ലേ അത്?